ജിൽസി, ഞാൻ നിൽക്കുന്നത് മാവൂർ പഞ്ചായത്തിലെ മണക്കാട് ഗവൺമെന്റ് UP സ്കൂളിലാണ്. ഇവിടെയും പ്രവേശനോത്സവം നടക്കുന്നുണ്ട്, വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളാരും തന്നെ, നേരത്തെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഷംന കാണിച്ചതുപോലെ കുട്ടികളാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. മറ്റു ഒരുക്കങ്ങൾ, പ്രവേശനോത്സവത്തിന് വേണ്ട മറ്റു ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് കൂടിയുണ്ട്. ഈ സ്റ്റേജിൽ ഇന്ന് PT റഹീം MLA കൂടി ഈ സ്കൂളിന്റെ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുക്കുന്നു കൂടിയുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ കുട്ടികൾ ഇങ്ങോട്ട് എത്തിത്തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ക്ലാസ് മുറികളെല്ലാം തന്നെ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുക കൂടിയാണ്. ഇപ്പോൾ PTA പ്രസിഡന്റ് കൂടി നമ്മളിപ്പം ചേരുന്നുണ്ട്. സ്കൂളിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് മാവൂർ BRC തല പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ് മാവൂർ പഞ്ചായത്തിലെ മണക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ നടക്കുന്നത്. ഈ ഇതിനോടനുബന്ധിച്ചിട്ട് ഈ സ്കൂളിലെ കലാകാരന്മാർ അവതരിപ്പിച്ച് പഠിച്ചു വന്ന ചെണ്ടമേളത്തിൻ്റെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കുന്നമംഗലം MLA PT റഹീം ആണ് നിർവഹിക്കുന്നത്. ആ ചടങ്ങും കാര്യങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. മറ്റ് പ്രവേശനോത്സവത്തിനനുബന്ധിച്ച് കുട്ടികൾക്ക് ഘോഷയാത്ര കാര്യങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിപുലമായ പരിപാടികൾ നടക്കുന്നുണ്ട്. ജിൽസി, മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാം. സ്കൂളുകളിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന ചേച്ചിമാരല്ലേ. ഇപ്പൊ 2 മാസത്തിന് ശേഷം വീണ്ടും കുട്ടികൾ സ്കൂളിലേക്ക് വരികയാണല്ലേ, ആ സന്തോഷത്തിലാണോ? നല്ല സന്തോഷമുണ്ട്. പുതിയ കുട്ടികളെ കാണാൻ കഴിയാൻ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ 33-4 വർഷമായി. കുട്ടികൾക്കൊപ്പം തന്നെയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുട്ടികൾ വരുന്നത്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നത്? ഇന്ന് സാമ്പാർ, മമ്പയർ ഉപ്പേരി ഒക്കെയാണ്. ഈ 1ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികൾ വരുമ്പോഴേ അവരെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ ഒന്ന് മെരുക്കിയെടുക്കാന്നുള്ള ചുമതല കൂടി നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അത് പിന്നെ ടീച്ചർമാർ ചെയ്യല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ പണി ഉണ്ടാവുമല്ലോ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ചെയ്തു കൊടുക്കും. ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന ചേച്ചിമാർ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണല്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവിടെ കുട്ടികൾ ഏതായാലും എത്തിയിട്ടില്ല, എന്നാൽ ക്ലാസ് മുറികളൊക്കെ കുട്ടികൾക്ക് വേണ്ടി സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഷംസീർ, ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഷംസീർ ക്ലാസ്സിൽ ചെലവഴിച്ചതിൽ കൂടുതൽ സമയം ഈ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന കഞ്ഞിപ്പുരയുടെ വശത്തൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം അവരുടെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ശരി, ഒപ്പം തന്നെ ഇന്ന് മധുരം കൊടുക്കുന്നുണ്ടോ? സാമ്പാർ, ഒപ്പം തന്നെ തോരനൊക്കെ പറഞ്ഞു. മധുരം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. തീർച്ചയായും ജിൽസി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ചക്കഞ്ഞിയുടെ ഏരിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ തന്നെയായിരുന്നു. അവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഈ വൈകിട്ട് ഈ പാല് കൊടുക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണ് സ്കൂളുകളിൽ പാല് ഒക്കെ കൊടുക്കുന്ന സമയമൊക്കെ തുടങ്ങിയത്. അപ്പോൾ ബാക്കിയുള്ള പാലും മുട്ടയൊക്കെ ഞങ്ങൾക്ക് തരുന്ന ഒരു നില കൂടി ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു ആ സമയത്ത്. ഇതാണ് ക്ലാസ് മുറികൾ. ഇവിടെയും ഈ തോരണങ്ങളൊക്കെ കെട്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, ഇതെന്താണ്? ഇതൊക്കെ എന്താ? ഓക്കെ. യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം കൂടി ഇന്ന് ഈ സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന യൂണിഫോമുകളാണ്. അത് ഓരോ ക്ലാസ്സിലും വെവ്വേറെ ആയിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ട് കൂടിയുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ കുട്ടികൾ ഇങ്ങോട്ടെത്തും. അപ്പോൾ വിപുലമായ പ്രവേശനോത്സവ പരിപാടികൾ തുടങ്ങും. ചെണ്ടമേളാണോ ചേട്ടാ? ചെണ്ടമേളയുടെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പം ആഘോഷത്തോടു കൂടി തന്നെയായിരിക്കും ഈ സ്കൂളിലെയും പ്രവേശനോത്സവ പരിപാടികൾ. ജിൽസി, എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.